നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വെൽക്കം ടു യൂളിറ്റൈഡ് സീസൺ 2. ഇന്നേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദപാഠം പത്രോസ് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 15-16 വാക്യങ്ങൾ. 1 Peter chapter 1 verses 15 and 16. മറിച്ച് നിങ്ങളെ വിളിച്ചവൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ എല്ലാ പ്രവൃത്തികളിലും നിങ്ങളും വിശുദ്ധരായിരിക്കുന്നു. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, ഞാൻ വിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും വിശുദ്ധരായിരിക്കും. വിശുദ്ധരാകാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതിനായി ആദ്യം തന്നെ നമ്മൾ അനുസരണയുള്ളവരായി തീരുന്നു. നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം, നാം അനുസരണയുള്ളവരാണോ? നമ്മുടെ ടീച്ചേഴ്സിനോട്, പേരൻസിനോട്, മുതിർന്നവരോട്, ഇവരോടൊക്കെ നാം അനുസരണയുള്ളവരായാൽ നാം വിശുദ്ധരാകും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ആരാണ് നിങ്ങളെ വിളിച്ച വിശുദ്ധൻ? നമ്മുടെ ദൈവമായ അല്ലെങ്കിൽ പിതാവിൻ്റെ ഏകപുത്രനായ യേശു ക്രിസ്തുവാണ് ആ വിശുദ്ധൻ. ആ വിശുദ്ധൻ്റെ പിന്നണിയിൽ നടപ്പാൻ നാം യോഗ്യരാണ്. അതിനാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ചിൽഡ്രൻ ഓഫ് ഒബീഡിയൻസ് അഥവാ അനുസരണയുള്ള മക്കളായി തീരുന്നു. 16-ാം വാക്യത്തിൽ ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരാകുന്നു. നമുക്ക് എങ്ങനെയൊക്കെ വിശുദ്ധരാക്കാം? പഴയ നിയമം നോക്കുകയാണെങ്കിൽ ലേവ്യ പുസ്തകത്തിൽ ലെവിറ്റിക്കസ് ചാപ്റ്റർ 10-15 അശുദ്ധർ ആരാണ് എന്ന് പറഞ്ഞു തരുന്നുണ്ട്. അശുദ്ധർ എന്ന പദത്തിന്റെ നേരെ ഓപ്പോസിറ്റാണ് വിശുദ്ധർ. പഴയ നിയമത്തിലെ അശുദ്ധരെ എല്ലാം വിശുദ്ധരാക്കാൻ സ്വന്തം പുത്രനെ ഭൂമിയിൽ അയച്ച് മനുഷ്യരുടെ അശുദ്ധമാകുന്ന പാപത്തെ സ്വന്തം ചുമലിലാക്കി ക്രൂശിന്മേൽ മരിപ്പാറാക്കി. അങ്ങനെ നാം ഓരോരുത്തരും വിശുദ്ധരായി. ഈ ക്രിസ്മസ് കാലയളവിൽ നാം ഓരോരുത്തരും വിശുദ്ധരായ വിളിക്ക് യോഗ്യരാൻ വണ്ണം നടക്കാം. വിഷിംഗ് യു ഓൾ എ മെറി ക്രിസ്മസ് ആൻഡ് എ ഹാപ്പി ന്യൂ ഇയർ.